ഹായ്, നമ്മളൊക്കെ ബയോഡാറ്റയും റെസ്യൂമൊക്കെ വേർഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതുന്നു, കുറേ സ്പേസ് ഇട്ടതിന് ശേഷം ഒരു കോളൻ ഇട്ടതിന് ശേഷം വീണ്ടും സ്പേസ് ഇട്ടതിന് ശേഷം എൻ്റെ പേര് എഴുതുന്നു. ഓക്കെ, ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു, പക്ഷേ ഈ സ്പേസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ഈ സ്പേസ് പരിഹരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ ഈ സ്പേസിന് പകരം വേറെ എന്തെങ്കിലും വേർഡിൽ ഇടാൻ പറ്റും. അതാണ് ഈ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അതിനെപ്പറ്റി ഓൾമോസ്റ്റ് ആൾക്കാർക്കൊന്നും വലിയ പരിചയമില്ലാത്തൊരു സംഭവമാണ്. ഞാൻ അത് കാണിച്ചു തരാം. നമ്മൾ ഈ സ്പേസിന് പകരം അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ടാബ് ഇടുക. ടാബ് നമ്മുടെ കീബോർഡിൽ ക്യാപ്സ് ലോക്കിൻ്റെ തൊട്ട് മുകളിൽ ടാബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടല്ലോ, ഞാൻ അത് ക്ലിക്ക് ചെയ്തു, ഇതും ഡിലീറ്റ് ചെയ്ത് ടാബ് ഇട്ടു. ഇനി നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം. ഞാൻ ഈ മൗസ് കർസർ ഈ ലൈനിൽ വെച്ചതിന് ശേഷം ഈ റൂളറിൽ നമുക്ക് റൂളർ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വ്യൂവിൽ പോയതിന് ശേഷം ഈ റൂളർ ഇങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടും. വ്യൂവിൽ റൂളർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ റൂളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സംഭവം ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ? ഞാനിത് വീണ്ടും നീക്കി. ഓക്കെ, ഇതിൻ്റെ മേലത്തെ സംഭവം വീണ്ടും നീക്കി ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, വീണ്ടും എൻ്റർ അടിച്ചു, അഡ്രസ്സ് ഇട്ടു, ഒരു ടാബ് അടിച്ചപ്പോൾ കറക്റ്റ് ആ സ്ഥലത്ത് അവിടെ വന്നു. വീണ്ടും ഒരു ടാബ് അടിച്ചു, എന്നിട്ട് ഞാൻ എൻ്റെ അഡ്രസ്സ് എഴുതി. ഓക്കെ, ഫോൺ ടാബ് അടിച്ചു, കോളിനടിച്ചു, ഫോൺ നമ്പറും അടിച്ചു. ഓക്കെ, നമുക്ക് ഈ സംഭവം വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഒന്നാമത്തെ 1.69 ഇഞ്ച് 63 ഇഞ്ചിലാണ് ഇത് കിടക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സെൻറ്റർ കൊടുക്കാം. സെൻറ്റർ കൊടുത്ത് ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം സെൻറ്ററായി. ഫോർ എക്സാമ്പിൾ ഇതും നമുക്ക് സെൻറ്ററാക്കി നോക്കാം. ക്ലിക്ക് ചെയ്തു, ലാസ്റ്റത്തെ എടുക്കുന്നു, സെൻറ്റർ ആക്കുന്നു. ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇതും സെൻറ്ററായി. അതായത് ടാബ് ഉണ്ടോ, സെൻറ്ററിലാണ് നിൽക്കുന്നത്. ആ ലൈനിൻ്റെ സെൻറ്ററിൽ നിൽക്കുക ഈ ടാബ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ടാബ് എന്ന് പറയുന്നത്. നമുക്ക് ലെഫ്റ്റും റൈറ്റൊക്കെ നോക്കാം. ഇത് തന്നെ ക്ലിക്ക് ചെയ്യുന്നു, 2.69 എടുക്കുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, ഓക്കെ നിൽക്കുന്നു. ഇതിപ്പോൾ ടാബ് ലെഫ്റ്റ് അലൈൻമെൻറ്റായി. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് അലൈൻമെൻ്റ് ഉണ്ട്, അത് നോക്കാം. രണ്ടാമത്തെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് നിൽക്കുന്നു, ഓക്കെ നിൽക്കുന്നു. അപ്പോൾ അതാണ്ട് റൈറ്റായി, കണ്ടോ, ഈ ലൈനപ്പം റൈറ്റായി. നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം ഒറ്റ അടിക്ക് തന്നെ എല്ലാം സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഈ ടാബ് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ടാബിൽ വേറെ കുറേ സംഗതികളുണ്ട്, അതും ഒന്ന് പരിശോധിക്കാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ എടുക്കുന്നു, അതിനുശേഷം ഈ റൈറ്റ് മാറ്റി ഡെസിമൽ ആക്കുന്നു, ഓക്കെ നിൽക്കുന്നു. എന്നിട്ട് ഡെസിമൽ ആക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 2 3 5 6 പോയിൻ്റ് ഇട്ടിട്ട് ഒരു സംഖ്യ എഴുതുക. അപ്പോൾ ഡെസിമലിൻ്റെ ഗുണം ഇതാണ്. അതായത് ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ സെൻട്രൽ അലൈൻമെൻ്റ് ആയിരിക്കും, പക്ഷേ ആ സെൻട്രൽ അലൈൻമെൻറ്റിന് ഒരു വ്യത്യാസമുണ്ട്. റൈറ്റ് അലൈൻമെൻ്റ് ആയിരിക്കും, പക്ഷേ ഡെസിമൽ പോയിൻ്റ് റൈറ്റ് അലൈൻമെൻറ്റിന് ശേഷം വരുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി അടുത്തൊരു സംഭവമുണ്ട്, അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ABCDയിൽ അത് നോക്കാം. അത് മാത്രം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഈ വിൻഡോ വരുമ്പോഴത്തേക്കും 3.5 സെലക്ട് ചെയ്യുന്നു, ബിഗ് ബാർ സെലക്ട് ചെയ്യുന്നു, ഓക്കെ നിൽക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സംഭവമുണ്ട്, ഈ ABCD ഇങ്ങേ അറ്റത്ത് പോയിട്ട് ഒരു ബാർ അവിടെ വന്നു. ഓക്കെ, അതാണ്
അതിൻ്റെ ഒരു സൂത്രം. അപ്പം നമ്മൾ ഇവിടെ വീണ്ടും ഒരു ടാബ് നിൽക്കുന്നു, എന്നിട്ട് ഇതിന് നേരത്തെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ABCDക്ക് ശേഷം വീണ്ടും ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ കണ്ടോ, ഈ കാണുന്ന ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ കാണുന്ന ബാറിൻ്റെ പ്രയോജനം. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ബാർ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ കൊടുക്കുക, ഈ സൈഡിലും കൊടുക്കുക, ഈ സൈഡിലും കൊടുക്കുക. അപ്പോൾ ഈ ബാർ മെയിനായിട്ട് ബില്ല് ഇൻവോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് ബാർ കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. ഡെസിമൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആകുന്നത് അങ്ങനെയുള്ളവർക്കാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഇൻഡെക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം ഇൻഡെക്സിൽ നമ്മൾ 1 to thermal ഹൈ എവിടെ ഒന്നുമില്ല. ചാപ്റ്റർ 6. അപ്പം ഞാൻ ചാപ്റ്റർ 6ൻ്റെ പേജ് നമ്പർ 23 ഇട്ടു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇട്ടു. ഞാനിത് മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഞാൻ ക്ലിയർ ചെയ്യുക. ഈ ലൈനിൽ ഞാൻ ക്ലിയർ ചെയ്തല്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നീട്ടി. എന്നിട്ട് 23ൻ്റെ തൊട്ട് മേലുള്ള ആ ടാബ് ക്ലിക്ക് ചെയ്ത് 4.69 സെലക്ട് ചെയ്ത് ഞാൻ കണ്ടോ ഇങ്ങനെ ഈ 2 സെലക്ട് ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ എന്ന് പറയും. ലീഡർ സെലക്ട് ചെയ്ത് ഓക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ കുത്തിങ്ങനെ വരും. നമ്മളിങ്ങനെ കുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോൾ തന്നെ വീണ്ടും നമുക്ക് കുത്ത് മാറ്റി കുത്തിന് പകരം വേറെ സംവിധാനങ്ങളുണ്ട്. കുത്തിന് പകരം ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ ടാബ് സെലക്ട് ചെയ്യണം കേട്ടോ, എന്നെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത സംഭവം ടൈപ്പ് ചെയ്യുക. ചാപ്റ്റർ ടാബ് നിൽക്കുന്നു 24. അപ്പം ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ സംഭവം യൂസ്ഫുള്ളാണ്. ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ സംഭവം യൂസ്ഫുള്ളാണ്. നിങ്ങളിതൊന്ന് പരിശോധിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ പാരഗ്രാഫായിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ നിൽക്കി പാരഗ്രാഫ് എടുത്തതിന് ശേഷം ടാബ്സ് എടുത്താലും ഈ സംഭവം വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.